നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE പുതിയൊരു പദ്ധതിയിലാണ്. അതിനെ സമ്പന്നമാക്കാൻ, വിജയിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ വഴികളും തേടുകയാണ് അധികൃതർ. UAEയുടെ ഏറ്റവും പുതിയ പദ്ധതി മഴമേഘ പദ്ധതി വിപുലമാക്കാൻ ഒരുങ്ങുകയാണ്. ആ സംരംഭത്തിൽ കൈകോർത്ത് ഇന്ത്യയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. കൃത്രിമ മഴ പെയ്യിക്കാനുള്ള UAE പദ്ധതികൾക്ക് മികച്ച സംഭാവന ചെയ്യുന്ന ഗവേഷകർക്ക് 55 ലക്ഷം ദിർഹം സഹായം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള പദ്ധതികൾ കൂടുതൽ എളുപ്പമാക്കാനുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഴമേഘ പദ്ധതികളിൽ മുൻനിരയിലുള്ള രാജ്യമാണ് UAE. മുൻ വർഷങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിർമ്മിത ബുദ്ധി കൂടി ഉൾപ്പെടുത്തി മഴമേഘ പദ്ധതി വിപുലമാക്കാനാണ് നീക്കം. മഴമേഘങ്ങൾ സൃഷ്ടിക്കാനുള്ള പുതിയ രാസ മിശ്രിതങ്ങൾ, മേഘശകലങ്ങൾ കണ്ടെത്താനുള്ള നൂതന സെൻസറുകൾ, അന്തരീക്ഷ പഠനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. UAE പദ്ധതിയുമായി ഇന്ത്യയും സഹകരിക്കുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന മേഘങ്ങളെ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതാണ് ആദ്യഘട്ടം. ഈ മേഘപാളികളിൽ രാസവസ്തുക്കൾ വിതറുന്നു. സിൽവർ അയഡൈഡ്, പൊട്ടാസ്യം അയഡൈഡ്, ഖര കാർബൺ ഡയോക്സൈഡ്, ദ്രവീകൃത പ്രൊപ്പൈൻ തുടങ്ങിയവയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകളിലാണ് UAE പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ച UAEയുടെ വടക്കൻ മേഖലകളിൽ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നദികൾ നിറഞ്ഞൊഴുകി. മലനിരകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയും ചെയ്തു. കൽബ, ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ വിവിധ മേഖലകളിൽ ശനിയാഴ്ച സന്ധ്യയോടെയായിരുന്നു മഴ. ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. വടക്കൻ എമിറേറ്റ്സുകളിൽ മഴയുണ്ടായിരുന്നു. തെക്കുകിഴക്കൻ മേഖലകളിൽ പൊടിക്കാറ്റ് വീശുമെന്ന സ്ഥിതിയായിരുന്നു. എന്തായാലും മഴ പെയ്യ്ക്കാനുള്ള ഒരുക്കത്തിലാണ് UAE. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.